പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗസറ്റിൽ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് ആക്റ്റീവ് ആവുന്നതാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 576/2024 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. നേരിട്ടുള്ള ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണെങ്കിലും സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല നിയമനം വരുന്നത്. സെക്രട്ടേറിയറ്റ്, PSC, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്, ഇത്രയും സ്ഥാപനങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയാണ് നടക്കുന്നത്. മികച്ച സാലറി സ്കെയില് 39,300 മുതൽ 83,000 വരെയുള്ള സാലറി സ്കെയില്. പ്രതീക്ഷിത ഒഴിവുകൾ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത്. ഡിഗ്രി തല പരീക്ഷയാണ്. ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. എത്ര ലെവൽ പരീക്ഷയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക, എത്ര പേപ്പർ ഉണ്ട്, സമയം എത്ര, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്കായിട്ട് കോമൺ പ്രിലിമിനറി ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6-ാം തീയതി മുതൽ നമ്മുടെ ബാച്ച് ഫുൾ സ്പീഡിൽ, ഫുൾ സ്വിംഗിൽ റണ്ണിങ് ആവുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫറിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പാസ്സായില്ലെങ്കിൽ, പ്രിലിംസ് പാസ്സായില്ലെങ്കിൽ, നമ്മുടെ കോഴ്സ് 70% കണ്ടിട്ട് പ്രിലിംസ് പാസ്സായില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ കോഴ്സിൽ അത്രയും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് I+നൊപ്പം ചേർന്ന് പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ട ശേഷം കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വന്നാൽ 39,300 മുതൽ 83,000 വരെയുള്ള മികച്ച സാലറി സ്കെയിലാണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 36 വയസ്സ് വരെയുള്ളവർക്ക്, 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ജനറൽ കാറ്റഗറിയിൽ 2/1/1988 ജനുവരി 2 ആ തീയതി ഉൾപ്പെടെ അതിനുശേഷം ജനിച്ച ആളുകൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റിസർവേഷൻ ഉള്ളവർക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, യോഗ്യത ഒരു ബിരുദം ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട സംഗതി, അതായത് എന്താണ് ഈ പരീക്ഷയുടെ പാറ്റേൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PSC ഈ പരീക്ഷയുടെ പാറ്റേൺ വളരെ വിശദമായിട്ട് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുക. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, അത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രം, സെക്രട്ടേറിയറ്റ് മീൻസ് ഈ തസ്തികയിൽ പറയുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരു മെയിൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പരീക്ഷകൾക്കും, പ്രിലിമിനറിക്കും മെയിൻസിനും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണെന്ന് PSC വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇനി പ്രിലിംസിന്റെ കാര്യം ശ്രദ്ധിക്കുക, 1.25 മണിക്കൂറാണ് ഡ്യൂറേഷൻ. നോർമലി 1.5 മണിക്കൂറാണ്. ഈയിടെയായിട്ട് PSCയുടെ പരീക്ഷയുടെ ഡ്യൂറേഷൻ 1.25 മണിക്കൂർ തന്നെ ആയിരിക്കും. നമ്മുടെ പണ്ട് 1.25 മണിക്കൂർ തന്നെ ആയിരുന്നല്ലോ, അത് തന്നെയായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. മീഡിയം, ഇംഗ്ലീഷിലും ചോദ്യങ്ങളുണ്ടാവും, മലയാളത്തിലും ചോദ്യങ്ങളുണ്ടാവും. ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇംഗ്ലീഷിലും ചോദ്യങ്ങളുണ്ട്, മലയാളത്തിലും ചോദ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സിലബസ് എന്താണ്? സിലബസ് ജനുവരി 1-ാം തീയതി 2025 ജനുവരി 1-ാം തീയതി പ്രിലിമിനറിയുടെ സിലബസ് പബ്ലിഷ് ചെയ്യുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിൻസിലേക്ക് വന്നാൽ, മെയിൻസ് പഴയതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ വട്ടം ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അക്കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് എന്താണ്? 2 പേപ്പറുകളാണ്. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നടക്കാനാണ് സാധ്യത. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം അത് രണ്ടും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആവുമോ എന്ന് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, ഒബ്ജക്റ്റീവ് പരീക്ഷ തന്നെയാണ്. 2ന്റെ ഡ്യൂറേഷൻ 1.5 മണിക്കൂർ വീതമാണ്. 1.5 മണിക്കൂർ വീതം ഡ്യൂറേഷനുള്ള 2 പേപ്പറുകളാണ് മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടത്. അതിന്റെ ചോദ്യ പേപ്പറുകളും ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുമുണ്ട്. ഇതിന്റെ സിലബസും ജനുവരി 1-ാം തീയതി പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് PSC പറയുന്നത്. ജനുവരി 1-ാം തീയതി. ഇത് മോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള നമ്മുടെ പ്രിലിമിനറിയുടെ അതേ സിലബസ് വെച്ചിട്ടായിരിക്കും ഒരു പേപ്പർ ഉണ്ടാവുക. രണ്ടാമത്തെ പേപ്പറിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും നമുക്ക് ജനുവരി 1-ാം തീയതി ആ സിലബസ് വരുമ്പോൾ ഫൈനലൈസ്ഡ് ആയിട്ട് അറിയാം എന്താണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഇത് മനസ്സിലാക്കി കൃത്യമായ തയ്യാറെടുപ്പ് ആരംഭിക്കുക. എത്രയും നേരത്തെ നമ്മൾ പഠിക്കുന്നോ അത്രയും കൂടുതൽ ചാൻസ് വർദ്ധിക്കുകയാണ്
എവിടെ നമുക്ക് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ PSC ഓഫീസുകളുടെയൊക്കെ അസിസ്റ്റന്റ് തസ്തികയിലേക്കും അവിടുന്ന് ഒരുപാട് പ്രൊമോഷനുകളിലേക്കും ഒക്കെ പോകാനുള്ള ചാൻസ് വർദ്ധിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ശ്രദ്ധിക്കുക, 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ഉള്ള പരീക്ഷയാണിത്, ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണിത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 20 മാർക്ക് ഇന്റർവ്യൂവിനാണ്. അത് എപ്പോഴാണ് ഇന്റർവ്യൂ വരുന്നത്? ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്ന ശേഷം, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷമാണ് ഈ ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിലെ മാർക്ക് പ്ലസ് ഇന്റർവ്യൂവിന്റെ മാർക്ക് ഇത് കൂട്ടിയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 29-ാം തീയതി ജനുവരി 29 വരെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയ ശേഷം അതിനുശേഷം നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, ഏറ്റവും വിജ്ഞാനപ്രദമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.